ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇത് ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് രാവിലെ 11 മണിക്കായിരുന്നു ചെക്കൗട്ട്. പക്ഷേ ഞങ്ങൾ ഇറങ്ങുമ്പം കുറേ ലേറ്റ്. എന്തെന്ന് വെച്ചെങ്കിൽ നമ്മുടെ താമസിച്ച ഹോട്ടലിൽ രാവിലെ കറണ്ട് ഇല്ലായിരുന്നു, പിന്നെ ഹോട്ട് വാട്ടർ വരത്തില്ലായിരുന്നു, അങ്ങനെ കുറേ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ഹോട്ടൽ മെയിൻ്റനൻസും ഹോട്ടലൊക്കെ ഭയങ്കര അടിപൊളിയാണ്, പക്ഷേ സർവീസ് കൊള്ളത്തില്ല, ഭയങ്കര ഇതാണ്, മോശമാണ്. എന്താ വെച്ചെങ്കിൽ രാവിലെ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം കടൽ തീരത്തിൽ കൂടിയിട്ടാണ് പോകുന്നത്. നല്ല മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല, അപ്പോൾ ഊണ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഉറക്കലെത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളിപ്പം അവിടെ എത്തിയിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് സാധനമൊക്കെ വെച്ചതിന് ശേഷമല്ലേ നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ അവരുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അവിടെ അവരുടെ റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമ്മൾക്ക് ഊണ് കഴിക്കണമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് തന്നെ. ഇപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഗൈസ്, നമ്മളിപ്പോൾ റിസോർട്ടിലെത്തി. നമ്മൾ എത്തിയപ്പോൾ തന്നെ നമുക്ക് റൂം കിട്ടിയില്ല. എന്താ വെച്ചെങ്കിൽ ഇതിനു മുമ്പ് താമസിച്ചവർ ചെക്കൗട്ട് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവർ ഞങ്ങളോട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് റിസോർട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ചുറ്റിക്കറങ്ങി കാണുമായിരുന്നു. ഇത് ക്ലിഫിൻ്റെ സൈഡിലായതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ബീച്ചിൻ്റെ നല്ല വ്യൂ കിട്ടുമായിരുന്നു. പിന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. ഔട്ട്ഡോർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഐഡും സീസും അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിക്കായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു അവർ ഇങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൻ്റെ അകത്തോട്ട് പോയി. റൂം കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര പൊളിയൊന്നല്ല, എന്നാലും ഓക്കെ ആയിരുന്നു റൂം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി, ഞാനും സീസും. ആ സമയത്ത് ഇവർ ഉറക്കല ക്ലിഫിൻ്റെ അവിടെയൊക്കെ പോയിട്ട് വന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചായയും സ്നാക്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വിചാരിച്ചു കുറച്ച് സമയം പൂളിൽ പോയി ഇരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ക്ലിഫിൻ്റെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അങ്ങനെ സീസുവിനെ അവിടെ കുറച്ച് സമയം ഇരുത്തി ആട്ടി. പിന്നെ എന്താ വെച്ചെങ്കിൽ അവന് പോകുമ്പം ബോൾ കൊണ്ടുപോയായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെടുത്തത് നമുക്ക് പിന്നെ തെറ്റായി പോയെന്ന് തോന്നി. രണ്ടുപേരും ഒരു ബോളിന് വേണ്ടിയിട്ട് ഭയങ്കര അടിയായിരുന്നു. അവസാനം നമുക്ക് ആ ബോൾ മാറ്റേണ്ടി വന്നു. എന്താ വെച്ചെങ്കിൽ ഇവർ ഭയങ്കര അടിയായിരുന്നു. രണ്ടുപേർക്കും ഒരേ ബോൾ വേണം. അങ്ങനെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ബോൾ പിന്നെ മാറ്റി വെച്ചു. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഇവരെ പൂളിലൊക്കെ കളിപ്പിച്ചു. പിന്നെ നല്ല സന്തോഷമായിരുന്നു, രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ പൂളിൽ ഇറങ്ങിയപ്പം പാരാഗ്ലൈഡിങ് കണ്ടായിരുന്നു. പിന്നെ അത് കണ്ടപ്പം അതിനെ നോക്കി കുറേ നേരം കളിക്കായിരുന്നു അവർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂളിൽ നിന്ന് എണീറ്റ് റെഡിയായി പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ക്ലിഫിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും കുളിച്ചൊക്കെ റെഡിയായിട്ട് ഇതാ ഇറങ്ങി. അങ്ങനെ പിന്നെ എന്തായാലും ഇവരൊക്കെ ഇത്രയൊക്കെ ഒരുക്കി റെഡിയാക്കിയതല്ലേ, കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്തി. ഒട്ടും ഇരിക്കുന്നില്ലായിരുന്നു. രണ്ടുപേരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓടുമായിരുന്നു, ചാടുമായിരുന്നു. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒട്ടും ഇരുന്ന് തരത്തില്ലായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ കിട്ടിയതുപോലെ ആവട്ടെ എന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പീസ് ലൈഫിലോട്ട് പോയി. എന്താ വെച്ചാൽ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു ട്രിപ്പീസ് ലൈഫ്. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് പിന്നെ ക്ലിഫിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി എത്തുമ്പം ഭയങ്കര കരച്ചിലായിരുന്നു ഐഡു. കുറച്ച് സമയം കളിയായിരുന്നു, പിന്നെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെ പിന്നെ വേറെയും കുറേ ആൾക്കാരുണ്ടല്ലേ, ഇപ്പം നമ്മൾ കാരണം വേറെ ബാക്കിയുള്ളവർക്കും ചുമ്മാ ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ലാതെ കുഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ സമയം നിൽക്കാൻ തോന്നിയില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇത് കുറച്ച് അവിടെ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ക്ലിഫിൻ്റെ അടുത്തോട്ട് പോയി. നമ്മൾ ഈവനിങ് ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് ക്ലിഫിൻ്റെ അവിടെ എത്തുമ്പം ഇത് രാത്രിയായി. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വ്യൂ ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്റ്റോറൻറ്റൊക്കെ നോക്കി നടന്നു. പിന്നെ ആ സമയത്ത് സീസു അവൻ ഇറങ്ങി നടക്കണമെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവനെ നടത്തി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റാണ് കേട്ടോ, അബ്ബ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇത് പിസ്സ, പിന്നെ പാസ്ത, പിന്നെ ഇത് പാൻ കേക്ക്, അതുപോലെയുള്ള സംഭവമൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ സീസുവിന് ഇപ്പം അവനങ്ങനെ പിസ്സയൊന്നും കഴിക്കത്തില്ല. പിന്നെ 2-3 കഷ്ണം പാസ്ത കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പുറത്ത് പോയിട്ട് എന്തെങ്കിലും ദോശയോ അല്ല അവന് കഴിക്കുന്ന എന്തെങ്കിലും സോഫ്റ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം
ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കുറേ സമയം അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. 2 പിള്ളേരില്ലേ, അവർ നനയാതെ നോക്കണ്ടേ. ഒരാൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് സ്റ്റൈലായിട്ട് നടക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയി. ഇത് കുറേ സമയം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ റൂമിലെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. അവർ എല്ലാ സാധനമൊക്കെ വലിച്ചിട്ട് കളിക്കുമായിരുന്നു കുറേ സമയം. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു. എന്താ വെച്ചെങ്കിൽ ഈ വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട്. ഇത് വീട്ടിലാണെങ്കിൽ ഞാൻ രാവിലെ എണീക്കത്തില്ല കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇപ്പം വേറെ ഇങ്ങോട്ടെങ്കിലും ഇപ്പം ടൂറ് പോയെങ്കിലോ അല്ല കറങ്ങാനൊക്കെ പോയാൽ ഞാൻ പെട്ടെന്ന് എണീക്കും. അതെല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് എണീക്കാൻ മടിയാണ്. പിന്നെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഓടിച്ചാടി പെട്ടെന്ന് എണീക്കും. അപ്പോൾ ഒന്നും മടിയൊന്നും കാണത്തില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമുക്ക് ദോശയും പിന്നെ ഇഡ്ഡലിയും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലൈവായിട്ട് മുട്ട ഓംലെറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം പൂളിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് പൂളിലിറങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചെക്കൗട്ടാവാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് റെഡി ആവണമായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവരവിടെ ഇവിടെയൊക്കെ ഓടിച്ചാടി കളിക്കുമായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഡയറക്റ്റ് വർക്കല ക്ലിഫിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി നമ്മൾ പോകുമ്പം ഇരുണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വിചാരിച്ച് ഇന്ന് ചുമ്മാ പോയിട്ടൊന്ന് കണ്ടിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെയും ട്രിപ്പ് ഈസ് ലൈഫിൽ പോയി. ഇന്നലെ പോകാൻ പറ്റാത്ത വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പിന്നെയും പോയി. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഓരോ ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ കിട്ടും അവിടുന്ന്, ബീച്ച് വ്യൂ ആയിട്ട്. പിന്നെ അല്ലാതെയും നല്ല നല്ല ഫോട്ടോസ് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ ക്ലിഫിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഫേ ഇറ്റാലിയാനോ അതിലാണ് പോയത്. അവിടെ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്നാൽ അവിടെ പോയി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ ഇതുപോലത്തെ പാസ്തയും പിസ്സ പിന്നെ അങ്ങനത്തെ ഫുഡൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നും കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിപ്പം വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.